കേരള സർവകലാശാല സെനറ്റ് നോമിനേഷനിൽ ചാൻസലർക്കും വിസിക്കുമെതിരെ നിലപാട് ഘടിപ്പിച്ചു സിൻഡിക്കേറ്റ് അംഗങ്ങൾ. സർവകലാശാലയുടെ വിദ്യാർത്ഥി പട്ടിക ഗവർണർക്ക് കൈമാറിയിട്ടില്ലെന്ന് വൈസ് ചാൻസലർ യോഗത്തിൽ സമ്മതിച്ചു. സർവകലാശാലയ്ക്ക് മുന്നിൽ SFI പ്രവർത്തകർ കെട്ടിയ ബാനർ അഴിക്കില്ല എന്ന നിലപാടും സിൻഡിക്കേറ്റ് കൈക്കൊണ്ടു. ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികൾക്ക് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഒത്താശ ചെയ്തു എന്നതിൻ്റെ കൂടുതൽ വ്യക്തതയായിരുന്നു സിൻഡിക്കേറ്റ് യോഗത്തിലുണ്ടായത്. സെനറ്റിലേക്കുള്ള നോമിനേഷനുമായി ബന്ധപ്പെട്ട രേഖകൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാൻ VCക്ക് കത്ത് നൽകിയിരുന്നു. എന്നാൽ VC ഇതിന്റെ വിശദാംശങ്ങൾ സിൻഡിക്കേറ്റ് യോഗത്തിൽ വയ്ക്കാൻ തയ്യാറായില്ല. തുടർന്നാണ് VCക്കെതിരെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ നിലപാട് ഘടിപ്പിച്ചത്. ഇതേ തുടർന്നാണ് സർവകലാശാല നൽകിയ 8 അക്കാദമിക് മികവുള്ള വിദ്യാർത്ഥികളുടെ പട്ടിക ചാൻസലർക്ക് കൈമാറിയിട്ടില്ലെന്ന് വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മൽ സമ്മതിച്ചത്. കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ SFI പ്രവർത്തകർ കെട്ടിയ ചാൻസലർക്കെതിരായ ബാനർ അഴിച്ചുമാറ്റണമെന്ന നിലപാട് സിൻഡിക്കേറ്റ് യോഗത്തിൽ വൈസ് ചാൻസലർ സ്വീകരിച്ചു. വിദ്യാർത്ഥികളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. ബാനർ അഴിക്കണമെന്ന VCയുടെ ഉത്തരവ് ചാൻസലർക്ക് വേണ്ടിയാണ്. അത് അംഗീകരിക്കാൻ സാധിക്കില്ല. ബാനർ അഴിക്കുന്നത് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുമെന്ന രജിസ്ട്രാറുടെ റിപ്പോർട്ട് അംഗീകരിച്ച യോഗം ബാനർ അഴിക്കാൻ കഴിയില്ലെന്നും തീരുമാനമെടുത്തു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.